ഹായ് എവരിവൺ, വെൽക്കം ടു ശ്രീലകം. പിന്നെ പപ്പായ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ചൂടുവെള്ളത്തിലൊക്കെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഒരു അച്ചാറുമായിട്ടാണ്. എന്താണെന്നല്ലേ, പപ്പായ അച്ചാർ. ഇവിടെ ഓമയ്ക്ക എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ അതിന് കപ്പളങ്ങ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പപ്പായ എന്ന് പറയും. അപ്പോൾ പല സ്ഥലങ്ങളും പല രീതിയിലാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ അച്ചാറുണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റായിട്ട് പറയണേ എന്നോട്. പപ്പായയോട് തോരനും മറ്റും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. പപ്പായ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഓമയ്ക്ക എടുത്ത് അരിഞ്ഞ് ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിയണം. ചെറുതായിട്ടൊക്കെ അരിഞ്ഞാൽ വാടി വരാനൊക്കെ വളരെ എളുപ്പമാണ്. തിളയ്ക്കുമ്പോഴേ അത് വാടിയങ്ങ് വരും. പിന്നെ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളി പെട്ടെന്ന് കുതിരാനായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് കുതിർന്ന് വരും. പിന്നെ കടുക് വറുക്കുന്നതിനോട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം വേണമെങ്കിൽ ഉപയോഗിക്കാം. കടുക് വറുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പപ്പായ എടുത്ത് അതിലേക്കിട്ട് നന്നായി വഴറ്റുക. പപ്പായ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അത് ആ കഷ്ണത്തിനാവശ്യമായ ഉപ്പിട്ട് ഒന്നുകൂടെ വഴറ്റിയൊക്കെ എടുക്കുക. പുളിയും ഉപ്പുമൊക്കെ വേണമെങ്കിൽ നമുക്ക് അവസാനം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ആ പപ്പായ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക. പിന്നെ ഒന്നുകൂടെ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്ന് വെച്ചാൽ കഷ്ണം ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നമ്മളത് ഇത് തിളച്ച് വറ്റി കുറുകി വരണം. ആ വേണ്ടിയിട്ട് അതിനൂടെ പുളിവെള്ളത്തിൽ കിടന്നോളാം അത് വേവാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് അങ്ങനെ നമ്മുടെ പപ്പായ ഇവിടെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം കൂടെ ചേർത്തൊന്ന് തിളച്ച് വറ്റി വരുന്ന സമയം എത്തുമ്പോൾ ഇവിടെ ഞാനൊരു 3 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. 3 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കായം കുറച്ച് മുമ്പോട്ട് നിൽക്കുക. കായത്തിൻ്റെ സ്വാദ് കുറച്ച് മുമ്പോട്ട് നിൽക്കണം. ഇത് 3 കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് കറിവേപ്പില ഇടണം. പിന്നെ ഞാനിവിടെ ആ എരിയും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കര കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല അടിപൊളി അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഇതൊന്ന് കൂട്ടി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ.